ദാനിയേൽ പ്രവചനത്തെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതെന്ന് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. കാരണം യേശു കോട്ട് ചെയ്ത് അതായത് വായിക്കാനായിട്ട് പറഞ്ഞ, സജസ്റ്റ് ചെയ്ത, റിക്വസ്റ്റ് ചെയ്ത, ശിഷ്യന്മാർക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനമാണ്. മത്തായി 24 പറയുന്നു, ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന ആ അശുദ്ധ ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് വായിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അശുദ്ധ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അശുദ്ധ ലക്ഷണമാണ് ഹമാസ് ഇപ്രാവശ്യം ഒക്ടോബർ 8 ചെയ്തത്. പിഞ്ചു കുട്ടികളെ നിലത്തടിച്ചു കൊല്ലുക, 1 വയസ്സുള്ള കുട്ടിയെ പോലും ബലാത്സംഗം ചെയ്യുക, കഷ്ണം കഷ്ണമായി മുറിക്കുക. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ്. ഇത്രയും വലിയ വൈശാചികത മനുഷ്യ ചരിത്രം നിയാണ്ടർത്താൽ മനുഷ്യനൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു കാലത്ത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നത്. അതാണ് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ദാനിയേൽ പ്രവചനം എടുത്ത് വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാവർക്കും നമുക്ക് ദാനിയേൽ പ്രവചനം അങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി പരിശുദ്ധാത്മാവിൻ്റെ ഇൻസൈറ്റും കൂടെ ഉണ്ടെങ്കിലും മനസ്സിലാവുള്ളൂ. അതായത് ഇപ്പം ദാനിയേൽ പ്രവചനത്തിൻ്റെ 11ാം അധ്യായമൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാക്കും. സൂസന്ന എന്ന് പറയുന്ന അധ്യായമൊക്കെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ. അവിടെ സൂസന്ന എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അവിടെ അകാരണമായി പറ്റിക്കാനായിട്ടും വരുന്ന സംഭവമാണ് ഈ പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം. അതാണ് അവളെ കുറ്റം വിധിക്കുകയാണ്. അവളെ അങ്ങനെ കുറ്റം വിധിച്ച് കഴിയുമ്പോഴത്തേനും അവസാനം പിന്നെ അന്ത്യവിധിയാണ് നടക്കുന്നത്. അന്ത്യവിധിയിൽ തെളിയുകയാണ് ഇസ്രായേൽ ആയിരുന്നില്ല കുറ്റക്കാർ, ഇവർ തന്നെയായിരുന്നു തെളിയുന്നതായിട്ടാണ്. അതൊക്കെ അങ്ങനെ ആ രീതിയിൽ അപ്പോക്കരിക്ക് സാഹിത്യ രൂപങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അന്ത്യകാല കാരണങ്ങളെയൊക്കെ വിശകലനം ചെയ്യാനായിട്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട് ദാനിയേൽ പ്രവചനത്തിൽ. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ കുറേശ്ശെ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ്. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാം.